ഹലോ വൈറ്റ് ഹോട്ട്സ്പോറിൻ്റെ ക്ലാസ്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഇത് കാണുന്നതിന് മുമ്പ് ആദ്യം എല്ലാ ദിവസവും പഠിക്കുന്ന ആളൊന്നുമില്ലായിരുന്നു. ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പിന്നെ പരീക്ഷയുടെ ആ ടൈം ആകുമ്പോഴൊക്കെ നോക്കുന്ന ആളായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പഠിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം ഇല്ലായിരുന്നു. പക്ഷേ ഈ ക്ലാസ്സിൽ സാറിൻ്റെ ഓരോ കാര്യം, സാറ് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് പിന്നെ എല്ലാ ദിവസവും പഠിക്കാനുള്ള ഒരു മോട്ടിവേറ്റ് തന്നെ ഒരു കിട്ടുന്ന ഇതിലായിരുന്നു സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നത്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒരു സാറിൻ്റെ റിസൾട്ട് തന്നെ കാണിച്ചിട്ടാണ് സാറ് പറഞ്ഞിരുന്നത്. സാർ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ പഠിക്കാനുള്ള ടിപ്പൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അതെനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി തോന്നി. സാർ എങ്ങനെയാണോ സാറിന് ഫുൾ A+ നേടാൻ പറ്റിയത് അതുപോലെ തന്നെ പറഞ്ഞിരുന്നു. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സിലും എല്ലാ അസൈൻമെൻറ്റും എല്ലാ ഓരോ കാര്യങ്ങളും ഈ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് അവൾ ഉത്തരം പറയുന്ന ആളായിരുന്നു. എന്തിനും പെട്ടെന്ന് ആ ടൈമിന് തന്നെ ആൾ ഡൗട്ട് ചോദിക്കും. പക്ഷേ എക്സാം റിസൾട്ട് വന്നു, +1 പബ്ലിക് എക്സാം റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് എന്നെക്കാട്ടും മാർക്ക് കുറവായിരുന്നു. ഞങ്ങളെല്ലാവരും ആൾക്ക് നല്ല മാർക്ക് അക്സെപ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആൾക്ക് അത്രയും നല്ല മാർക്ക് കിട്ടിയിരുന്നില്ല. സാറിൻ്റെ ഈ മോട്ടിവേഷൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് മാർക്ക് കൂടിയത്. ഞാൻ ആ ടൈം ആകുമ്പോൾ പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ +2 ക്രിസ്മസ് എക്സാമിന് സാറ് പറഞ്ഞ ഈ യൂട്യൂബിലിട്ട ഓരോ വീഡിയോസിൻ്റെ ഇത് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മോട്ടിവേറ്റായി പഠിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഈ നേരത്തെ എണീച്ച് പഠിച്ചാലാണ് തലയിൽ കയറുക. അതിന് ഈ നേരത്തെ എണീച്ച് സാർ എനിക്ക് പഠിക്കേണ്ടതെന്നുള്ള ഓരോ കാര്യങ്ങളും നേരത്തെ എണീച്ച് പഠിക്കേണ്ടവരതും പിന്നെ ലേറ്റ് നൈറ്റിൽ പഠിക്കേണ്ടവരതും ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ആ വീഡിയോ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കത് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് തന്നെയാണത്. ഞാൻ അത് വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. അത് ഓർമ്മയിൽ വെക്കാനും കഴിയുന്നുണ്ട്. പിന്നെ ഫിസിക്സിൽ 40 ഹവേഴ്സിൻ്റെ എല്ലാം തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഫിസിക്സിലെ ആ ഡെറിവേഷൻസും പിന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് ഇങ്ങനെ 2Xലിട്ട് സാറ് പറഞ്ഞ പോലെ കണ്ടപ്പോൾ അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങളുണ്ട്. ആ ചാപ്റ്ററിൻ്റെ ഇപ്പോൾ റേ ഓപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററത്തെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഓരോ ചാപ്റ്ററത്തെ എല്ലാം മനസ്സിലാക്കുന്ന ഡെറിവേഷൻസ് അതുപോലെ പ്രോബ്ലംസ് ഇക്വേഷൻസ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അത് സാറിൻ്റെ ഫിസിക്സിൻ്റെ ആ 40 ഹവേഴ്സ്